മുസ്ലിങ്ങൾ എന്നൊരു ജാതിയിൽപ്പെട്ട ആൾക്കാരെ കൊടുന്നതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവരൊരു ജാതിയാണെന്നുള്ളതാണ്. അവിടെ ആദർശപരമായ ഒരു അടിത്തറയുണ്ടെങ്കിൽ അങ്ങനെ പെടൂല. അവിടെ ആദർശപരമായ അടിത്തറക്കപ്പുറത്ത് ഒരു ജാതീയമായ അടിത്തറ മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഒരു പിടിച്ചു വയ്ക്കാനുള്ള ശക്തിയില്ലല്ലോ. അവിടെ എല്ലാവരും പെടും എന്നുള്ളതാണ് അനുഭവങ്ങൾ നൽകുന്ന പാഠം. ഇതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിന്റെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്നാണ് രണ്ടാമത്തെ സംശയം. ഈ സംശയം കുറവ് താലിബാനിലും പല താലിബാനിലും ഉസാമ ബിൻ ലാദനും ഒക്കെ ഒരു സങ്കല്പമായിരുന്നു, വിധിയായിരുന്നു എന്നുള്ള നിലയ്ക്കാണോ ആ ഉത്തരം പോയതെന്ന് എനിക്ക് സംശയം തോന്നുന്നു. അഫ്ഗാനിൽ താലിബാൻ ഭരണം ഉണ്ടായിരുന്നില്ല എന്നതിന് താലിബാൻ ഭരണകാലത്ത് തീർത്തും മതമൗലികവാദമായ അവിടെ അക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അനിസ്ലാമികവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്ലാമിൽ പോലും നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് താലിബാന്റെ ഭരണകാലഘട്ടത്ത് അഫ്ഗാനിൽ ഉണ്ടായിരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ആ താലിബാനൊക്കെ അമേരിക്കയുടെ സൃഷ്ടിയോ അല്ലെങ്കിൽ മാധ്യമ സൃഷ്ടിയോ മാത്രമായിരുന്നു എന്ന് സൂചിപ്പിച്ച പോലെ എനിക്ക് സംശയിക്കുന്നു. മറ്റൊന്ന്, ഇപ്പോ അവസാനത്തെ ഉത്തരത്തിൽ പോലും സാർ പറഞ്ഞത് ആധുനിക സമൂഹത്തിന്റെ പരിപൂർണമായ തകർച്ചയെക്കുറിച്ചാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ അഗാധ ഗർത്തങ്ങളിലേക്ക് തന്നെയാണ്. വിഷയാവതരണ പ്രസംഗത്തിൽ സാർ പറഞ്ഞു, ഈ സമൂഹത്തിന്റെ ഈ ഗതിയിലേക്കുള്ള പോക്കിൽ തടയുന്നതിൽ മാറി മാറി വന്ന പ്രത്യയശാസ്ത്രങ്ങളും മതസംഹിതകളും തത്വശാസ്ത്രങ്ങളും എല്ലാം പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു.